ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇന്നാണ് ശബരിമല വീണ്ടും നട തുറക്കുക. വിവാദങ്ങൾക്കിടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ ഇന്ന് വൈകുന്നേരമാണ് സമർപ്പിക്കാൻ പോകുന്നത്. തുലാമാസ പൂജകൾക്കായി സാധാരണ വൈകിട്ട് 5 മണിക്ക് തുറക്കാറുള്ള നട ഇന്ന് 5 മണിക്ക് മുമ്പ് 4 മണിക്ക് തന്നെ തുറക്കും. അതിനുശേഷമായിരിക്കും ശ്രീകോവിലിന് സമീപത്ത് ഈ 12 പാളികളും സമർപ്പിക്കാൻ പോകുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ അല്പസമയത്തുള്ളിൽ പ്രേക്ഷകർക്ക് നൽകാം. പ്രവീൺ പുരുഷോത്തമൻ സന്നിധാനത്തേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് നൽകാം. അതിനു മുമ്പ് TV പ്രസാദിലേക്ക് ഒരിക്കൽ കൂടി. TV പ്രസാദ്, ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന നിർണായകമായ മൊഴിയാണ്. ഉദ്യോഗസ്ഥർ ഗൂഢാലോചനയുടെ ഭാഗമാണ്, നമ്പർ 1. നമ്പർ 2, ഈ സ്വർണം ഒരുക്കിയെടുത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് വീതിച്ചു നൽകി. നമ്പർ 3, മുരാരി ബാബു അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. നടന്നത് പല സമയങ്ങളിലായി പല ഇടങ്ങളിൽ വെച്ചുള്ള ഗൂഢാലോചനയാണ് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്, അല്ലെ TV പ്രസാദ്? വിവരങ്ങളാണുള്ളത്. വലിയ തലവേദനയായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് നടന്നിരിക്കുന്നത് മോഷണമാണെന്നും ആ മോഷണം നടന്നിരിക്കുന്നതിന്റെ മോഡസ് ഓപ്പറാൻഡി, അതിന്റെ രീതിയും വളരെ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ക്രൈംബ്രാഞ്ചിന് വിശദീകരിച്ചു കൊടുത്തിരിക്കുന്നു. ഹരി, തുടക്കത്തിൽ ഈ അന്വേഷണത്തോട് കാര്യങ്ങൾ പറയാതെ സഹകരിക്കാതിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് ക്രൈംബ്രാഞ്ച് നൽകിയ തെളിവുകൾ മുന്നിൽ കണ്ടപ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ കൽപേഷ്, നാഗേഷ് അവർ സാങ്കല്പിക കഥാപാത്രങ്ങളല്ല, അവരിതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നാഗേഷിന്റെ സ്ഥാപനത്തിൽ, അഥവാ നാഗേഷ് ഈ സ്വർണ്ണപ്പാളിയും കെട്ടളപ്പാളിയും ഒരുക്കി ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് സ്വർണ്ണം ഒരുക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിനെ സാക്ഷിയാക്കാനുള്ള നീക്കം കൂടിയാണ് നടക്കുന്നത്. പങ്കജ് ഭണ്ഡാരി നൽകിയ മൊഴിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്കായി എന്ന് വേണം കരുതാൻ, അല്ലേ ഹരി? തീർച്ചയായിട്ടും അരുൺ, അതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ആ മൊഴി വളരെ വലിയ രീതിയിൽ തന്നെ അന്വേഷണ സംഘത്തെ സഹായിച്ചു എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല അതൊരു കുരുക്കായി മാറിയിരിക്കുകയാണ് എല്ലാവർക്കും എന്നുള്ളതാണ്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരി ആദ്യഘട്ടത്തിൽ ഈ മൊഴിയല്ല പറഞ്ഞിരുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രേരണയാൽ മറ്റൊരു മൊഴി നൽകിയിരുന്നെങ്കിൽ പോലും, പിന്നീട് ദേവസ്വം വിജിലൻസിനോട് കൃത്യമായി കാര്യങ്ങൾ ആശയവിനിമയം നടത്തി അല്ലെങ്കിൽ മൊഴി നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുമുണ്ട്. അതായത് ഈ സ്വർണം 474.9 ഗ്രാം സ്വർണം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഈ സ്വർണം കൈമാറിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കൽപേഷ് എന്ന് പറയുന്ന ആൾക്കാണ്. ഈ കൽപേഷ് ആദ്യഘട്ടത്തിൽ നമുക്കൊരു സാങ്കല്പിക കഥാപാത്രമാണ് എന്ന് തോന്നിയെങ്കിൽ പോലും അങ്ങനെ ഒരു വ്യക്തിയുണ്ട്, ബംഗളൂരു സ്വദേശിയായിട്ടുള്ള കൽപേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു സ്ഥിരീകരണമാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിലൂടെ നടത്തിയത്, ഒപ്പം തെളിവ് ശേഖരണത്തിൽ കൂടി നടത്തിയത്. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള മൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഈ കൽപേഷ് എന്ന് പറയുന്ന ഈ ഇടനിലക്കാരനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ആസൂത്രണത്തിൻ്റെയൊക്കെ മുഖ്യ പങ്കാളിയായിട്ടുള്ള ഈ കൽപേഷ് വഴിയാണ് ഈ സ്വർണം ഉരുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൂടാതെ ഈ നാഗേഷ് എന്ന് പറയുന്ന വ്യക്തി, ഈ രണ്ടുപേരും ഒരാളാണ് എന്നുള്ള തരത്തിൽ ആദ്യം നമുക്ക് അങ്ങനെ ഒരു സൂചനയുണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെയല്ല. നാഗേഷ്, ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള നാഗേഷ് എന്ന് പറയുന്ന ആളുടെ കൈവശം ഇത് കൊടുത്ത് സ്വർണം ഉരുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അതിന് ചില തെളിവുകൾ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ ഹൈദരാബാദിൽ നടത്തിയ പരിശോധനയിലാണ് ഇതിനെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അതുകൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തത്. അത് അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒളിപ്പിച്ചു വെച്ച പല കാര്യങ്ങളും പുറത്തു പറയേണ്ടി വന്നത് എന്നുള്ളതാണ്. അതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ നടത്തിയ ഗൂഢാലോചന, 2017 മുതൽ അവിടെ ശബരിമലയിൽ സ്പോൺസറായി വന്ന നടത്തിയ ഗൂഢാലോചന, ആ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ അവരുടെ എല്ലാം പേരുകൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ പറഞ്ഞു എന്നുള്ളതാണ് വിവരം. മാത്രമല്ല അതിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ അടക്കം പങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ക്രൈംബ്രാഞ്ചിൽ നിന്ന് വിവരങ്ങൾ എടുക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതുവരെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് 5 പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. 1, നടന്നിരിക്കുന്നത് ആസൂത്രിതമായ ഗൂഢാലോചനയാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചിരിക്കുന്നു. നമ്പർ 2, മോഷ്ടിച്ച സ്വർണത്തിൽ നിന്ന് പാളിയിൽ നിന്ന് സ്വർണം ഉരുക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്പർ 3, അതിന് പുറത്തു നിന്നുള്ള സഹായം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
നമ്പർ 4 ഉരുക്കി മാറ്റിയ സ്വർണം ഉദ്യോഗസ്ഥന്മാർക്ക് വീതിച്ചു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്പർ 5 2019 തന്നെ 2 തവണ സ്വർണ്ണപ്പാളി കടത്താൻ ശ്രമമുണ്ടായി എന്നുള്ളതാണ്. നമ്പർ 6 മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നിർണായകമായ മൊഴി ഹരി ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അറിയേണ്ടത് അടുത്ത നീക്കം ക്രൈംബ്രാഞ്ചിന്റേത് ഉദ്യോഗസ്ഥരിലേക്കായിരിക്കും. ഇന്ന് റാന്നി കോടതിയിൽ അല്പസമയത്തിനുള്ളിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ ഹാജരാക്കും. റാന്നി കോടതിയിൽ നിന്ന് റഹീസ് റഷീദ് നമുക്കൊപ്പമുണ്ട്. റാന്നി കോടതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ കൊണ്ടുപോകുമ്പോൾ സംഘത്തോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ഹരിയും പ്രേക്ഷകർക്ക് കാണാം ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ അനുഗമിക്കും. അവിടെ നിന്നുള്ള വിവരങ്ങൾ തത്സമയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നുള്ള വിവരങ്ങൾ TV പ്രസാദും പ്രേക്ഷകർക്ക് നൽകും.